ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൻ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട തിളപ്പിച്ച കറിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം, ചപ്പാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് 3 മുട്ടയാണ് എടുത്തത്. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നെടുകെ കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇനി ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിന്, മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏത് തരം ചട്ടിയിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. 2 ടേബിൾ സ്പൂണിലധികം ഉണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ആദ്യം ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഇളക്കി കൊടുക്കാതെന്നാൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുകയാണ്. പച്ചമുളക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ സമയത്ത് നമ്മൾ സവാള അരിഞ്ഞത് ചേർക്കുകയാണ്. ചെറിയ സവാളയാണ് ഞാൻ എടുത്തത്. 3 കോഴിമുട്ട ആയതുകൊണ്ടാണ് ചെറിയ സവാള എടുത്തത്. നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതൽ 4-5 മുട്ട എടുക്കണമെങ്കിൽ അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള സവാള എടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി വരും സവാള. ഇനി നമ്മൾ കുറച്ച് നല്ല വഴണ്ടിയിട്ട് മാത്രം തക്കാളി ചേർത്താൽ മതി, അല്ലെങ്കിൽ സവാള ഇങ്ങനെ നിൽക്കും. ഇതിക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ തക്കാളി മുട്ടയാണ്. സവാള ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. മൂടി വെച്ചാൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ മൂടി വെക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇടയ്ക്കൊന്ന് മൂടി വെച്ചാൽ പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് വേണം ഇളക്കി കൊടുക്കണം, അല്ലാഞ്ഞാൽ പിന്നെ അടുക്കി പിടിക്കും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ല പോലെ പാകമായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കേണ്ടത് 1 സെക്കൻഡ്. എന്നാലും ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്ത കാശ്മീരി മുളക് പൊടിയാണ്. വേറെ സാധാ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. നല്ല എരിവുണ്ടാവും. ഇത് വലിയ എരിവില്ലാത്തതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എടുത്താണ്. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ മൂടി വെക്കുകയാണ്. മൂടി വെച്ച് ഇത് തിളച്ച് വരുന്ന സമയത്താണ് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നത്. ഇപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ മസാലക്കൂട്ട്. അപ്പോൾ ഇനി മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കണേ. ഈ സമയത്ത് ഇത് ഇളക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കണം. 4 മിനിറ്റ് മതി വിചാരിച്ച് ഞാൻ തുറന്ന് നോക്കിയപ്പം വെന്തില്ലേനി. ഇപ്പോൾ ഇതാ 8 മിനിറ്റ് ആയപ്പോൾ നല്ല പാകത്തിന് കിട്ടിയ മുട്ട ഒന്നും ഉടഞ്ഞി പോയിട്ടില്ല വല്ലാതെ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റായി അറിയിക്കണം. ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.